സെക്കൻഡ് വീക്കിൽ അഭിശ്രീ ഒഴിച്ച് ബാക്കി എല്ലാവരും നോമിനേഷനിൽ വന്നിട്ടുണ്ട്. അതിൽ 6 പേര് വന്നിട്ടുള്ളത് മിഡ് വീക്ക് എവിക്ഷനിലേക്കാണ്. മിഡ് വീക്ക് എവിക്ഷൻ ഈ ആഴ്ചയിലെ 2 പേര് പുറത്തുവാകും എന്നൊക്കെയാണ് ബിഗ് ബോസ് പറഞ്ഞിട്ടുള്ളത്. അതുകൂടാതെ അവരെ ഡാർക്ക് റൂമിലേക്ക് പറഞ്ഞു വിടാനുള്ള ഒരു കാര്യവുമുണ്ട്, ഒരു പ്ലാൻ ഉണ്ട് എന്നും ബിഗ് ബോസ് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. അതിൻ പ്രകാരം അവർക്ക് കുറച്ച് പോയിന്റുകളൊക്കെ കൊടുക്കും. ആ പോയിന്റുകൾ അവർ ഡാർക്ക് റൂമിലേക്ക് പോകുന്ന സമയത്ത് മറ്റുള്ള മത്സരാർത്ഥികൾക്ക് ഉപയോഗിക്കാം എന്നുള്ളതായിരുന്നു ബിഗ് ബോസ് അവിടെ പറഞ്ഞ കാര്യം. അങ്ങനെ നോക്കുന്ന സമയത്ത് ഡാർക്ക് റൂമിൽ പോയാൽ എന്താ, ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇവർ പുറത്താവില്ല എന്നുണ്ടെങ്കിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം നോമിനേഷനിൽ വരാതിരിക്കുന്നത് ഒന്നോർത്താൽ നല്ലതാണെന്നാണ് എനിക്ക് തോന്നിയത്. അങ്ങനെയാവുമ്പോൾ ഇവർ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താവുന്നില്ല. ഈ ഡാർക്ക് റൂം സെലക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഈ 6 പേരെ സെലക്ട് ചെയ്തത് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താകാതെ ഡാർക്ക് റൂം മാത്രമേ ഇവർക്കുള്ളൂ എന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം നോമിനേഷനിൽ വരാതെ രക്ഷപ്പെടുന്ന 6 പേരായി മാറുന്നതാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും ഈ 6 പേരപ്പൊ നോമിനേഷനിൽ വരാതെ രക്ഷപ്പെട്ടു എന്നുള്ളൊരു തോന്നലാണ് എനിക്ക് കിട്ടിയത്. ഇനി എന്താണ് ബിഗ് ബോസ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കി കാണേണ്ടിയിരിക്കുന്നു. പിന്നെ ബാക്കിയുള്ള എല്ലാ മത്സരാർത്ഥികളിൽ നിന്നും ഇപ്പൊ അഭിശ്രീ ഒഴിച്ച് അഭിലാഷ് ഒഴിച്ച് ബാക്കി എല്ലാവരും നോമിനേഷനിൽ വന്നിട്ടുണ്ട്. നോമിനേഷനിൽ വന്നതിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ബിന്നിയാണെന്നാണ് പറയുന്നത്. ഞാൻ അറിഞ്ഞത് അങ്ങനെയാണ്, ബിന്നിക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട് ഉള്ളത് എന്നാണ്. എനിക്ക് തോന്നുന്നു സീരിയൽ പ്രേക്ഷകർ ഒരുപാട് പേരുണ്ട്, ബിന്നിനെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരുപാട് പേരുണ്ട്. കൂടാതെ തന്നെ ബിന്നിയുടെ പെർഫോമൻസ് ഇപ്പോൾ വളരെ മികച്ചതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ സ്ത്രീ അവിടെ മത്സരാർത്ഥികളിൽ അവിടെ ഏറ്റവും നന്നായിട്ട് പെർഫോമൻസ് ചെയ്യുന്നത് ഇപ്പോൾ ബിന്നി തന്നെയാണ്. ഇപ്പോൾ ഒരുപാട് പേര് ജിസേലിനൊക്കെ ഭയങ്കര പ്രതീക്ഷ അർപ്പിച്ചിരുന്നു. പക്ഷേ ജിസേലിന്റെ കള്ളത്തരത്തോട് കൂടിയിട്ടുള്ള പല കാര്യങ്ങളും, അതായത് ബിഗ് ബോസ് എന്ത് പറഞ്ഞാലും അനുസരിക്കാത്ത ജിസേലിനെയാണ് നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞത്. ലാലേട്ടൻ വന്ന് പറഞ്ഞിട്ടും അനുസരിക്കാത്ത ജിസേലിനെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അവസാനം ജിസേല് ബിഗ് ബോസിന് തന്നെ ഒരു 7ന്റെ പണി തിരിച്ചു കൊടുത്തു. ആ പണിക്ക് ഒരു 16ന്റെ പണി ബിഗ് ബോസ് തിരിച്ച് ഇവർക്ക് കൊടുത്തു. എന്താണെന്നല്ലേ സംഭവം? നമ്മുടെ ജിസയില് മേക്കപ്പ് ഇല്ലാതെ നടക്കില്ല എന്ന് നിങ്ങൾക്കറിയാലോ. മേക്കപ്പ് എല്ലാം കാര്യങ്ങളും അവിടെ ഇങ്ങോട്ട് തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ജിസയില് കൊടുത്തിരുന്നില്ല. ലാലേട്ടൻ വന്ന് വാണിംഗ് ചെയ്തിട്ടും ജിസയില് കൊടുക്കാതിരുന്ന സമയത്ത് ഈ കൺസീലർ ഉപയോഗിക്കുന്നത് അവിടെ ബിന്നി കാണാനിടയായി. ബിന്നി അത് ബിഗ് ബോസിനെ ഇൻഫോം ചെയ്തു. ബിഗ് ബോസ് ഇവരെല്ലാവരും വിളിച്ചിരുത്തി വാണിംഗ് ചെയ്തത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അതായത് ഇനി ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ കുറച്ചു നേരത്തേക്ക് ഇവിടെ നിർത്തിവെക്കുകയാണ്. ഇനി ഇവിടെ യാതൊരുവിധ ടാസ്കും കാര്യങ്ങളും ഒന്നും തന്നെ ഉണ്ടാവില്ല. കാരണം നിങ്ങൾ റൂളുകൾ തെറ്റി എത്രയൊക്കെ പറഞ്ഞിട്ടും നിങ്ങൾ റൂളുകൾ ശരിയായി ചെയ്യുന്നില്ല എന്ന്. അവസാനം ഷാനവാസ്, ക്യാപ്റ്റനായിട്ടുള്ള ഷാനവാസ് എല്ലാവരുടെ അടുത്തും പറഞ്ഞ് സോൾവ് ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ടാണ് ബിഗ് ബോസ് പിന്നെ ഷോ സ്റ്റാർട്ട് ചെയ്തത് തന്നെ. അത് ബിന്നിയുടെ ബുദ്ധിപരമായ നീക്കമായിരുന്നു അവിടെ നടന്നത് എന്നുള്ളത് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? അവിടെ ബിന്നിയായിരുന്നു ആ ഗെയിം പ്ലാൻ നടത്തിയത്. അക്കാര്യത്തിൽ ബിന്നി മിടുക്കിയാണെന്ന് എനിക്ക് തോന്നാനായിട്ടുള്ള കാരണവും അതാണ്. അപ്പോൾ ബിന്നിയുടെ ഗെയിം പ്ലാൻ നല്ല രീതിയിൽ വർക്കൗട്ട് ആവുന്നുണ്ട്. ഇന്നത്തെ കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡ് അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ബിന്നി അവിടെ സംസാരിക്കേണ്ട സ്ഥലത്ത് സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ എരിപിരി കൊളുത്താൻ പറ്റിയെടുത്ത് കൊളുത്തുന്നുണ്ട്. ഷാനവാസിന്റെ ഒക്കെ അടുത്ത് ചെറുതായിട്ടൊന്ന് കൊളുത്തി കൊടുത്ത് അവിടെ കിച്ചണിൽ അടിയുണ്ടാക്കുകയും ഒക്കെ ചെയ്തത് ബിന്നിക്ക് ചെറിയൊരു പങ്കുണ്ട്. അത്യാവശ്യത്തിന് ബിന്നി സംസാരിക്കുന്നുമുണ്ട്. അപ്പൊ നല്ലൊരു ഗെയിമറായിട്ട് ബിന്നി മാറുന്നുണ്ട് എന്നുള്ളതിൽ സംശയം വേണ്ട. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം ഇപ്പോൾ വോട്ടിങ്ങിൽ മുന്നിൽ നിൽക്കുന്നത് ബിന്നിയാണ് എന്നാണ് അറിയാനായിട്ട് സാധിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പൊ മത്സരം ഒന്ന് കൊഴുത്തിട്ടുണ്ട്. എല്ലാ മത്സരാർത്ഥികളും ഗെയിമിലേക്ക് ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. അതിൽ ഇതുവരെ ഗെയിമിൽ ഇറങ്ങാത്തവരും ഉണ്ട്. അതിൽ ഒന്നാമത്തെ ആള് നമ്മുടെ രേണുസുതിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. രേണുസുതി ഇതുവരെ ഗെയിമിലേക്ക് ഇറങ്ങിയിട്ടേ ഇല്ല. നമ്മുടെ സ്റ്റോറി പറയുന്ന കാര്യം രേണുസുതിയുടെ എനിക്ക് ഒരു നാച്ചുറാലിറ്റി ഫീൽ ചെയ്തില്ല. നമ്മുടെ അടുത്ത് അവരുടെ അടുത്ത് അവരുടെ സ്വന്തം കഥയാണ് പറയാൻ പറഞ്ഞത്, സ്വന്തം സ്റ്റോറി, ലൈഫ് സ്റ്റോറി പറയാനാണ് പറഞ്ഞത്. അത് ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ട് രേണുസുതി പറയുന്ന ഒരു ഫീലിംഗ് ആണ് എനിക്ക് കിട്ടിയത്. അവിടെ കരഞ്ഞു മെഴുകിയും സെന്റിമെന്റ്സ് ഒന്നും ഇറക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും രേണുസുതി ചെയ്തില്ല. സംഭവം ശരിയാണ്. ഇപ്പൊ എല്ലാവരും പറയും കരഞ്ഞു മെഴുകിയൊന്നും ഇല്ലല്ലോ രേണുസുതി എന്നൊക്കെ ചോദിക്കും. പക്ഷേ പറയുന്ന കാര്യങ്ങൾക്ക് മുഴുവൻ ഒരു ആർട്ടിഫിഷ്യാലിറ്റി, എന്തൊക്കെയോ സംഭവമാണെന്നോ ഞാനെന്തോ അതാണെന്നോ ഇതാണെന്നോ ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യാലിറ്റിയാണ് പറയുന്ന കാര്യത്തിൽ മുഴുവൻ എനിക്ക് ഫീൽ ചെയ്തത്. കൂടുതലായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴായിട്ട് വിദ്യാഭ്യാസത്തിന്റെ കാര്യം, ജോലിയുടെ കാര്യം ഒക്കെ നമ്മൾ പല വീഡിയോയിലൂടെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാനിവിടെ ആവർത്തിക്കുന്നില്ല. ഒക്കെ കുറെ ഗുണ്ടും കുറെ പൊട്ടലും പൊട്ടാസും ഒക്കെ ഉണ്ടായിരുന്നു. കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെയും കുറച്ചൊക്കെ പൊട്ടിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും പിന്നെ സെന്റിമെന്റ്സും കരച്ചിലും നാടകങ്ങളും ഒന്നില്ലാത്തത് കൊണ്ട് അത്ര കുഴപ്പമില്ലാതെ മുന്നോട്ട് ആ ലൈഫ് സ്റ്റോറി പോയി. എന്നിരുന്നാലും അവിടെ ഇന്ന് കേൾക്കുന്നവർക്ക് ബോറടിക്കുന്നുണ്ടായിരുന്നു എന്ന് അവരുടെ ഇരിപ്പിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ
ശാരികയുടെ ലൈഫ് സ്റ്റോറിയൊക്കെ സെന്റിമെന്റ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ശാരിക പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഒനിയനാണ് പറഞ്ഞത് പാരന്റ്സിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഭയങ്കര സങ്കടവും വിഷമവും എല്ലാവർക്കും വരുന്നുണ്ടായിരുന്നു. അങ്ങനെ 3 പേരുടെ ലൈഫ് സ്റ്റോറിയാണ് കഴിഞ്ഞ ദിവസം വന്നത്. വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ലൈഫ് സ്റ്റോറി ആയിരുന്നു. ഇനിയിപ്പോ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ പോലെയുള്ള ലൈഫ് സ്റ്റോറികളൊന്നും ഇത്തവണ ഇല്ല എന്ന് പറയാം. നിങ്ങൾക്ക് തന്നെ അറിയാം ശോഭയുടെ നീണ്ട സ്റ്റോറി, അതുപോലെ തന്നെ നമ്മുടെ അനിയൻ വിതിന്റെ സ്റ്റോറി. ഇവരെ ഒന്ന് കടത്തി വെട്ടാനായിട്ട് ഇപ്പൊ നിലവിലെന്തായാലും ആരുമില്ല എന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ ഇനി ആരെങ്കിലും കടത്തി വെട്ടുമോ എന്നറിയില്ല. ഞാനതിൽ ചെറിയൊരു കഥ രേണുസുതിയുടെയും പ്രതീക്ഷിച്ചു. പക്ഷെ രേണുസുതി അവിടേക്കൊന്നും എത്തിയില്ല, അഥവാ ബിഗ് ബോസ് എത്തിച്ചില്ല എന്ന് തോന്നുന്നു. ഇനി മറ്റൊരവസരം കൊടുക്കാനാണോ ബിഗ് ബോസ് ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് അറിയില്ല മക്കളെ. പിന്നെ നമ്മുടെ ഗെയിമിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷാനവാസ് ഒക്കെ ഗെയിം ഇപ്പൊ അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. നല്ലൊരു ഗെയിമറാണ് ഷാനവാസ്. അവിടെ 100 ദിവസം നിൽക്കാൻ കെൽപ്പുള്ള മത്സരാർത്ഥിയാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഷാനവാസിന്റെ ഗെയിം മുന്നോട്ട് പോകുന്നത് നല്ല ഹൈ ലെവലിലാണെന്നുണ്ടെങ്കിൽ അത് ടോപ്പ് 5-ൽ എത്താൻ കെൽപ്പുള്ള മത്സരാർത്ഥിയാണ് ഷാനവാസ്. അതുപോലെ തന്നെ അക്ബർ കുറെ നെഗറ്റീവ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അവിടെ പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കുകയും സംസാരിക്കേണ്ടടുത്ത് സംസാരിക്കുകയും ഒക്കെ വരുന്നുണ്ട്. ഒരു നെഗറ്റീവ് ആണെങ്കിൽ പോലും അക്ബറിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു കാര്യമാണ്, ഗെയിമിൽ വേണ്ട കാര്യമാണ്. അക്ബറും നന്നായിട്ട് അവിടെ പെർഫോമൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ അനീഷ് നല്ലൊരു മത്സരാർത്ഥി തന്നെയാണ്. കുറേ പേർക്ക് അനീഷിന് ഇഷ്ടമില്ലാത്തതുണ്ട്. ചൊറിയൻ സ്വഭാവവും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് അനീഷിന് ഇഷ്ടമില്ലാത്തവർ ഒരുപാടുണ്ട്. പക്ഷേ അനീഷ് എന്ന് പറയുന്ന മത്സരാർത്ഥി ബിഗ് ബോസ് വീടിന് നൽകുന്ന ആ ഒരു എനർജി ഉണ്ടല്ലോ, ഒരു പവർ ഉണ്ടല്ലോ, അതൊന്ന് വേറെയാണ്. അനീഷ് അവിടെ ചൊറിയുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പലർക്കും അവിടെ കണ്ടന്റ് ഉണ്ടാവുന്നത്, സംസാരിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവുന്നത്, വഴക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ അനീഷ് ആ വീട്ടിൽ വേണം എന്ന് തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത്. കുറെ കാര്യങ്ങൾക്ക് നമുക്കും ദേഷ്യം തോന്നും ചില സമയത്ത്. പക്ഷേ കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡൊക്കെ കണ്ട സമയത്ത് അവിടെ മാനിയായിട്ട് സംസാരിക്കുന്ന അനീഷിനെയും ചില സമയത്ത് കാണാൻ സാധിച്ചു, ചില സമയത്ത് ചൊറിയുന്ന അനീഷിനെയും കാണാൻ സാധിച്ചു. പക്ഷേ അതൊരു കണ്ടന്റ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ അനീഷ് ആ വീട്ടിൽ വേണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇതുപോലെ ഒരു കോമണർ മത്സരാർത്ഥി ഇല്ല, ഇതുവരെ വന്നതിൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നല്ലൊരു മത്സരാർത്ഥി തന്നെയാണ് അനീഷ്. ബുദ്ധിപരമായി അവിടെ അനീഷ് ഗെയിം കളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അപ്പാനി ശരത്ത് വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെ ചൂടാവുന്നുണ്ടെങ്കിലും അവിടെ ഗെയിമർ എന്ന നിലയിലും വീടിനെ ഉണർവ് നൽകുന്ന ഒരു ഗെയിമർ എന്ന നിലയിലും അപ്പാനിയും അവിടെ നന്നായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ അഭിലാഷ് നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട്. ആര്യൻ അതും വലിയ മോശമില്ലാതെ ഗെയിമിൽ മുന്നോട്ട് പോകുന്ന മത്സരാർത്ഥി തന്നെയാണ്. ഇവരൊക്കെ തന്നെ ഒന്ന് പ്രതീക്ഷയ്ക്കത്ത് ഉയർന്ന് വരാൻ കൂടി സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ പ്രശ്ന സീസൺ എന്ന് പറയുന്നത് പൊളിച്ചടുക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. എന്തായാലും ഇവിടെ നിന്ന് അങ്ങോട്ടൊരു ചെറിയ മാറ്റവും വീട്ടിലൊക്കെ ഉള്ള മൊത്തത്തിലുള്ളതൊക്കെ മാറിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ നിന്നും കുറച്ചും കൂടി നല്ലൊരു മത്സരത്തിലേക്ക് ഇപ്പോൾ ബിഗ് ബോസ് സീസൺ 7 വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. തുടർന്ന് അങ്ങോട്ടും ഈ ലെവലിൽ നിന്ന് കുറച്ചുകൂടി മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതുവരെയുള്ള സീസണുകൾ വേണമെന്നുണ്ടെങ്കിൽ കടത്തി വെട്ടാൻ ഈ സീസണ് കഴിയും. കാരണം നല്ല പവറുള്ള മത്സരാർത്ഥികളാണ് വന്നിട്ടുള്ളത്. അവർക്ക് അവരുടെ പവർ തെളിയിക്കാൻ കഴിഞ്ഞാൽ ഇവർക്കെല്ലാവർക്കും അവിടെ അവരുടെ പവറോട് കൂടി പിടിച്ചു നിൽക്കാനായിട്ട് കഴിഞ്ഞാൽ വളരെ നല്ലൊരു ഗെയിം ആയിരിക്കും നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മുടെ അനുമോളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അനുമോള് വേണ്ടതിന് അവിടെ സംസാരിക്കുന്നില്ല, വേണ്ടാത്തടുത്ത് സംസാരിക്കുന്നുണ്ട് എന്നാണ് തോന്നുന്ന ഒരു കാര്യം. ഇപ്പൊ കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നു നിവിൻ വന്ന് അവരുടെ ഇടയിൽ വന്ന് കയറി കിടന്നു, അവന്റെ അടുത്ത് വന്ന് കിടന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അവൻ തൊടുന്നത് ശരിയല്ല, പിടിക്കുന്നത് ശരിയല്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. നമുക്കറിയാം കഴിഞ്ഞ വീക്കെൻഡില് അക്ബറിന്റെ നോട്ടം ശരിയല്ല എന്ന് അനുമോൾ പറഞ്ഞിട്ട് അത് ലാലേട്ടൻ ചോദിച്ച സമയത്ത് അത് അങ്ങനെയല്ല ലാലേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന കൊഞ്ചി കുഴഞ്ഞു നിൽക്കുന്ന അനുവിനെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇത്തവണ ഇപ്പൊ നിവിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. നിവിന്റെ തൊടലും പിടിക്കലും സംസാര രീതിയും ശൈലിയും ഒന്നും ശരിയല്ല എന്ന് പറയുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ബിഗ് ബോസ് കാണുന്ന സമയത്ത് നിവിൻ ഒരു എന്റർടൈനർ മാത്രമാണ്, അല്ലാതെ ഒരു ഗെയിം മെറ്റീരിയൽ ആയിട്ടൊന്നും എനിക്ക് നിവിനെ തോന്നിയിട്ടില്ല. പക്ഷെ ഒരു എന്റർടൈൻമെന്റ് ആണ് നിവിനുള്ള സമയത്ത്. പക്ഷെ നിവിൻ ഇവിടെ ആൺപെൺ വ്യത്യാസമില്ലാതെ എല്ലാവരോടും ഒരുപോലെ ഇടപഴകുന്നു എന്നാണ് തോന്നുന്ന ഒരു കാര്യം. പക്ഷേ അതിനപ്പുറത്തേക്ക് നിവിൻ എന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. അങ്ങനെ തോന്നിയിട്ടില്ല. എന്തായാലും അനുമോൾക്ക് അങ്ങനെ തോന്നിയ നിലയ്ക്ക് ലാലേട്ടൻ തീർച്ചയായും വീക്കെൻഡ് എപ്പിസോഡിൽ ചിലപ്പോൾ അത് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ എന്താണ് ഉത്തരം അനുമോൾ പറയുന്നതെന്ന് അറിയാം. അപ്പൊ ആവശ്യമുള്ള സ്ഥലത്ത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അത് തുറന്നു പറയാനുള്ള ധൈര്യം അനുമോൾ കാണിക്കുന്നില്ല. എന്നാൽ അവിടെ പലരുടെ അടുത്തും ചെന്നിട്ട് ഈ ഒരു വർത്താനം പറയുകയും ചെയ്തു. അതാണ് അനുമോൾക്കുള്ള ഏറ്റവും വലിയ നെഗറ്റീവ് എന്ന് പറയുന്നത്. ആ പറയേണ്ട സമയത്ത് പറയേണ്ട സ്ഥലത്ത് അത് സ്ട്രോങ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അനുമോൾക്ക് ഒരു സ്ട്രോങ് മത്സരാർത്ഥിയായിട്ട് അവിടെ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കും.
പിന്നെന്ന് പറഞ്ഞാൽ വളരെ വീക്കായിട്ടുള്ള മത്സരാർത്ഥികൾ എന്ന് പറയുന്നത് ഒന്ന് ശൈത്യാണ്, ഒന്ന് കലാപൻ സരിക. അവിടെ ഇവിടെയൊക്കെ സംസാരിക്കുന്നുണ്ട് എന്ന് ഉണ്ടെങ്കിൽ പോലും ഒരു സ്ട്രോങ് മത്സരാർത്ഥിയായിട്ട് ഈ ശൈത്യനെ ആണെങ്കിലും കലാപൻ സരികനെ ആണെന്നുണ്ടെങ്കിലും ഒട്ടും തോന്നിയിട്ടില്ലതാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിവിനാണെങ്കിലും ഒരു സ്ട്രോങ് മത്സരാർത്ഥിയല്ല ജെൻസിന്റെ ഇടയിൽ നിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ കുറച്ചു പേരെയൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാവരും തന്നെ ഗെയിം കളിച്ചു തുടങ്ങി. ബിഗ് ബോസ് സീസൺ 7 ഗെയിം ഓൺ ആയിട്ടുണ്ട് എന്ന് തന്നെ പറയാവുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം നല്ലൊരു സീസൺ ആയിരിക്കുമോ മലയാളം ബിഗ് ബോസ് സീസൺ 7 എന്നുള്ളത്. ഇതുവരെയുള്ള എല്ലാ സീസണുകളെയും കടത്തി വെട്ടാനുള്ള അത്ര കഴിവുള്ള മത്സരാർത്ഥികളുണ്ട്. ഇവരുടെ എല്ലാം കഴിവുകൾ പുറത്തു വന്നാൽ മാത്രമേ കടത്തി വെട്ടാനായിട്ട് സാധിക്കുകയുള്ളൂ.